നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ ഫെർമെൻറ്റേഷനാണ്. ഇതിന് പല സ്ഥലത്ത് പല പേരുകളും പറയും. ഞാൻ അറിഞ്ഞ പേര് തപ്പാച്ചി എന്നാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരുകൾ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു പൈനാപ്പിൾ, ഒരു സ്റ്റാർ, ഇതെല്ലാം സ്പൈസസിൽ വരുന്ന സാധനങ്ങളാണ്. സ്റ്റാർ, പെപ്പർകോൺസ്, ഗ്രാമ്പൂ, പട്ട, പിന്നെ കുറച്ച് ഷുഗർ. ഇത് ഷുഗർ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ഓരോന്നെടുക്കാം. ഒന്ന് ബ്രൗൺ ഷുഗർ എടുക്കാം, ഇല്ല മോങ് ഫ്രൂട്ടിൻ്റെ സ്വീറ്റ്നർ എടുക്കാം, വൈറ്റ് ഷുഗർ എടുക്കാം. സോ ഇന്നിപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് വൈറ്റ് ഷുഗർ വെച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തത് മോങ് ഫ്രൂട്ടിൻ്റെ സ്വീറ്റ്നർ വെച്ചായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇതാകുമ്പം എല്ലാവരുടെ അടുത്തും ഇതുണ്ടാവും, വൈറ്റ് ഷുഗർ. പിന്നെ കുറച്ച് വെള്ളം. ഇതാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഈ ഗ്ലാസ് ജാർ നമ്മൾ ഗട്ട് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൻ്റെ ഒരു ഇതിൽ നിന്നാണ്, ആമസോൺ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ എയർ പാസ്സാവാനായിട്ടുള്ള ഒരു ഹോളാണ്. ഫെർമെൻറ്റേഷനായിട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫെർമെൻറ്റേഷനാണ് ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഹോളിൽ നമ്മളിങ്ങനെ ഇത് വെച്ച് കൊടുക്കും. ഇതിനകത്തൂടെ ഇങ്ങനെ എയറൊക്കെ പാസ്സാവും. ബട്ട് ബേസിക്കലി ഇത് ഇല്ലാത്തവർക്ക് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു തുണി വെച്ച് അടച്ചു കൊടുത്താലും മതിയാവും. എന്നിട്ട് എവറി ഡേ നമുക്കൊന്ന് എടുത്ത് ഇതൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. അതർവൈസ് ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇത് ഗട്ട് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ചെയ്യാൻ തുടങ്ങാം. ഇതിനകത്ത് ചെയ്യേണ്ട മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പൈനാപ്പിളിനെ മുറിച്ചിട്ട് ഇതിൻ്റെ തൊലി മാത്രമാണ് എടുത്ത് നമ്മൾ ഈ ഗ്ലാസ് ജാറിലോട്ടേക്ക് ഇടുന്നത്. ഓക്കെ, സോ തൊലി മുറിക്കുന്നത് ഞാൻ ഫസ്റ്റ് ലെവൽ ഇതൊരു കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയ പൈനാപ്പിളിൻ്റെ പീൽ. ഇതിൽ ഞാൻ ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ജാറിലിടാണ്ട രീതിയിലുള്ള ഒരു പീസസ് ആയിട്ട് എടുക്കുകയാണ്. നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് സൈസും അളവൊന്നുമില്ല. നോർമലായിട്ട് ആവുന്ന ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുക. ജാറങ്ങ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇതിനിടയ്ക്ക് ഞാനിവിടെ ആദ്യം ബോയിൽ ചെയ്തിട്ട് തണുക്കാൻ വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഈ പഞ്ചസാര ഇങ്ങോട്ടിട്ട് ഇതൊന്ന് ഓക്കെ. സോ നമ്മളിത് ഷുഗർ ബോയിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്ത് ബോയിൽഡ് വാട്ടർ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ടേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ബിഫോർ പ്രൊസീഡിങ്, ഇതെന്തിനുള്ളതാണെന്ന് നമ്മളൊന്ന് പറയട്ടെ. ഇത് തപ്പാച്ചി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെക്സിക്കൻ ഫെർമെൻറ്റഡ് ബെവറേജ് ആണ്. ഇത് ഉണ്ടാക്കുന്നത് ആസ് യൂഷ്വൽ ഞാൻ കാണിച്ച കണക്ക് പൈനാപ്പിളിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ്, പിന്നെ പുളിപ്പ്, പിന്നെ കുറച്ചൊരു സോഡ രീതിയിലുള്ള ഒരു ടേസ്റ്റൊക്കെ നമുക്ക് വരും. ഇറ്റ് ഇസ് ഒരു ഫിസി, നമ്മൾ ഈ ആപ്പിൾ ഫിസിയൊക്കെ വാങ്ങിക്കത്തില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റല്ല, എന്നാലും പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് അതിലുണ്ടാവും. സോ ദിസ് ഈസ് ബേസിക്കലി എ റിഫ്രഷിങ് പ്രോബയോട്ടിക് ഡ്രിങ്ക്. ഇറ്റ് പ്രൊമോട്ട്സ് ഗട്ട് ഹെൽത്ത്. അതാണ് മെയിൻ ഇഷ്യൂ, മെയിൻ യൂസേജ്. ഓക്കെ, aids digestion, boosts immunity, reduces food waste, and serves as a healthy low-calorie alternate to soda. നമുക്കിനി ഇതിനെ എങ്ങനെ മുമ്പോട്ട് ചെയ്യാൻ നോക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെല്ലാം ഇതിലോട്ടേക്ക് ഇടുവാണ്. ഓക്കെ, സോ ഇത് ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റാർ, പട്ട, ഗ്രാമ്പൂ, പെപ്പർ, ഇത് ഇത്രയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്യാണ്.
ഉള്ളൂ വെള്ളം. നമുക്ക് ഇതിലോട്ടേക്ക് ഇനിയും വെള്ളം ആഡ് ചെയ്യണം. സോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തിരിക്കുന്ന ആ പൈനാപ്പിൾ എവിടം വരെയാണോ അതിന് തൊട്ട് മേലെ വരെ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം. ഓക്കെ, സോ എനിക്കിതാ ഇനി കുറച്ചും കൂടെ വരാനുണ്ട്. ഞാൻ ഈ ഒരു ടൈമിൽ ഈ ഷുഗറിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലൊന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഷുഗറിൻ്റെ അളവ് കുറച്ച് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷുഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി ഇതിലിപ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ ആഡ് ചെയ്ത് ടോട്ടലി ഞാൻ ഏകദേശം 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഡിപ്പെൻസ് ഓൺ ദ വാട്ടർ ലെവൽ. ഇതിൻ്റെ വാട്ടർ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് നമ്മൾ ഷുഗറിൻ്റെ ലെവൽ ആഡ് ചെയ്യേണ്ടത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഷുഗർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിത് ക്ലോസ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ക്ലോസ് ചെയ്ത് വെക്കണതിന് മുമ്പായിട്ട് നമുക്കിവിടെ 2 ഗ്ലാസ് വെയ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഈ 2 ഗ്ലാസ് വെയ്റ്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. സോ ഇതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. സോ ഇത് എക്സാക്ട്ലി നമ്മുടെ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പൈനാപ്പിൾ. ഇപ്പോൾ ഇതുവഴി നോക്കുകയാണെങ്കിൽ പൈനാപ്പിൾ താഴ്ന്ന് കിടക്കും. മേലെയാണ് നമ്മുടെ ഈ വാട്ടർ, നമ്മൾ വെള്ളം ഒഴിച്ചതെല്ലാം നിൽക്കുന്നത്. ഈ പ്രോസസ്സ് ഇവിടെയാണ് നമ്മുടെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് തുടരുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളിനി ഇതിനെ അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വെക്കുന്നത് ഇതുണ്ട്, ഞാൻ പറഞ്ഞ കണക്ക് ഇത് വെച്ച് നമ്മളിങ്ങനെ അടച്ച് ലോക്ക് ചെയ്യുന്നു. സോ ഇതിലോട്ടേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, പലർക്കും സംശയം ഉണ്ടാവും ഇതെന്താണ് ഇതിൽ വെള്ളം ഒഴിച്ചിരിക്കുന്നതെന്ന്. ഇത് ഈ എയർ പാസ് ആവാനുള്ള ഒരു എയർ പാസേജ് പോലത്തെ സംഭവമാണ്. ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴെ നിന്ന് വെള്ളം പോവുമായിരിക്കും. ബട്ട് ദാറ്റ് ഈസ് നോർമൽ. നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് വെള്ളം സ്റ്റോപ്പ് ആവും ഇവിടെ വെച്ച്. എന്നിട്ട് നമ്മളിതിനെ ഈ ഹോളിലോട്ടേക്ക് ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഹോളിലോട്ടേക്ക് വെച്ചിട്ട് ഇതിനകത്തുള്ള ഈ ഒരു ക്യാപ്പും കൂടെ നമ്മളിങ്ങനെ അടച്ച് വെക്കുന്നതാണ്. അടച്ച് വെച്ചതിന് ശേഷം ഇവിടം വെച്ച് ഫെർമെൻറ്റേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളത്തിൻ്റെ അളവിങ്ങനെ കുറഞ്ഞ് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ഒരു ഹോൾസ് ഉണ്ട്. എല്ലായിടത്തും ഇങ്ങനെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ് എയർ പാസ് ആവുന്നത് അകത്തോട്ടേക്ക്. എന്നിട്ട് നമുക്ക് ഫെർമെൻറ്റേഷൻ നടക്കും. ഇപ്പം പലർക്കും സംശയം ഉണ്ടാവും, ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇത് കഴിക്കാമോ, അല്ലെങ്കിൽ ഷുഗർ ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്നവർക്ക് ഇത് കഴിക്കാമോ. നമ്മളിത് ഉണ്ടാക്കുന്നത് ഗട്ട് ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ഗട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ നല്ല ഹൈ ഡയബറ്റിക് ഉള്ളവർക്കും ഇത് നമ്മളൊരു ഫുൾ ഗ്ലാസ് കുടിക്കുന്നില്ല, ഒരു 1/4 ഗ്ലാസ്സേ കുടിക്കുന്നുള്ളൂ. സോ ഇറ്റ്സ് എ പ്രോബയോട്ടിക് ഡ്രിങ്ക് വിച്ച് ഇസ് റിയലി വെരി ഗുഡ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഓർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.